വിസകളിൽ യാത്ര ചെയ്യുന്നവർക്കും B1, B2 വിസയിൽ ബന്ധുക്കളെയും മക്കളെയും സന്ദർശിക്കാൻ US-ലേക്ക് തിരിക്കുന്ന മലയാളി കുടുംബാംഗങ്ങൾക്കും അതീവ നിർണായകമായ ഒരു അടിയന്തര ഇമിഗ്രേഷൻ മുന്നറിയിപ്പാണിത്. വിസിറ്റിംഗ് വിസ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് നടക്കുന്ന ബർത്ത് ടൂറിസം അഥവാ കുഞ്ഞുങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം നേടിക്കൊടുക്കുന്ന പ്രവണത പൂർണ്ണമായി തടയുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ 2 അടിയന്തര എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചിരിക്കുന്നു. 14ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമുള്ള സ്വമേധ ലഭിക്കുന്ന പൗരത്വ അവകാശങ്ങളിൽ സുപ്രീം കോടതി അടുത്തിടെ പുറപ്പെടുവിച്ച ചരിത്രപരമായ വിധി നിലനിൽക്കെ തന്നെയാണ് ഭരണകൂടം കൂടുതൽ നിബന്ധനകളോടെ പുതിയ നിയമ പോരാട്ടത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. സന്ദർശക വിസകളിലെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, ഗർഭിണികളായ യാത്രക്കാരുടെ വിസ അഭിമുഖങ്ങൾ, അതിർത്തിയിലെ കർശന ഇമിഗ്രേഷൻ പരിശോധനകൾ എന്നിവയെ ഈ പുതിയ ഉത്തരവ് എങ്ങനെ ബാധിക്കുമെന്നും മലയാളി പ്രവാസികൾ ഉടനടി ശ്രദ്ധിക്കേണ്ട പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി നോക്കാം. കഴിഞ്ഞ ജൂൺ 30-ന് പുറത്തുവന്ന ചരിത്രപരമായ ട്രംപ് വേഴ്സസ് ബാർബറ കേസിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ 6-അംഗ ബെഞ്ച് ട്രംപ് ഭരണകൂടത്തിന്റെ ആദ്യത്തെ ജന്മാവകാശ വിലക്ക് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ച് ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് എഴുതിയ വിധിന്യായത്തിൽ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും 14ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അവിടുത്തെ പൗരത്വത്തിന് പൂർണ്ണ അവകാശമുണ്ടെന്നും മാതാപിതാക്കളുടെ വിസ സ്റ്റേറ്റസ് താൽക്കാലികമാണെങ്കിലും നിയമവിരുദ്ധമാണെങ്കിലും ഈ അവകാശം നിഷേധിക്കാൻ പ്രസിഡന്റിന്റെ ഉത്തരവുകൾക്കോ കോൺഗ്രസിനോ അധികാരമില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ വലിയ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം പുതിയ നിയമതന്ത്രവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം ബർത്ത് ടൂറിസം എന്ന വ്യവസായ ശൃംഖലയാണ് ഭരണകൂടം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം നൽകി ഏജൻസികൾ മുഖേന അമേരിക്കയിലെത്തി പ്രസവിക്കുകയും അതിലൂടെ കുട്ടിക്ക് US പാസ്പോർട്ട് ഉറപ്പാക്കുകയും ചെയ്യുന്ന രീതി ഇമിഗ്രേഷൻ തട്ടിപ്പായി പ്രഖ്യാപിക്കപ്പെട്ടു. വിസിറ്റർ വിസ അപേക്ഷ സമർപ്പിക്കുമ്പോൾ യാത്രക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം മറച്ചുവെക്കുന്നത് അമേരിക്കൻ കുടിയേറ്റ നിയമത്തിലെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമായി പരിഗണിക്കപ്പെടും. ഇത് ഇന്ത്യയിൽ നിന്നുള്ള വിസ അപേക്ഷകരെയും അമേരിക്കയിലെ പ്രവാസി കുടുംബങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നത് പ്രത്യേകം മനസ്സിലാക്കണം. ഒന്നാമതായി, ഇന്ത്യയിലെ US കോൺസുലേറ്റിൽ B1, B2 വിസിറ്റർ വിസകൾക്കായി അപേക്ഷിക്കുന്ന ഗർഭിണികളായ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ഇനി മുതൽ കനത്ത പരിശോധനകൾ നേരിടേണ്ടി വരും. സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ചികിത്സയോ പ്രസവമോ ആണെങ്കിൽ അത് അഭിമുഖ സമയത്ത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് വിസ നിരസിക്കപ്പെടാനും ഭാവിയിൽ അമേരിക്കൻ വിസ ലഭിക്കാതിരിക്കാനും കാരണമാകും. എന്നാൽ യഥാർത്ഥ അവകാശങ്ങൾക്കായി അമേരിക്കയിലേക്ക് വരുന്നവർക്ക് മതിയായ വൈദ്യസഹായത്തിനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചാൽ നിയമപരമായി യാത്ര തടസ്സപ്പെടില്ല. രണ്ടാമതായി, അമേരിക്കയിൽ നിലവിൽ ജനിച്ച കുട്ടികളുടെയോ അല്ലെങ്കിൽ മുൻപ് ബർത്ത് ടൂറിസത്തിലൂടെ പൗരത്വം നേടിയവരുടെ പൗരത്വ രേഖകൾ റദ്ദാക്കാൻ ഈ പുതിയ ഉത്തരവിനാകില്ല. ഭരണഘടന നൽകുന്ന സംരക്ഷണം പൂർവ്വകാല പ്രാബല്യത്തോടെ മരവിപ്പിക്കാൻ ഭരണകൂടത്തിന് നിയമപരമായ അധികാരമില്ലെന്ന് മുൻനിര ഇമിഗ്രേഷൻ അഭിഭാഷകരും ലീഗൽ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയൻ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഈ പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെയും കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. മൂന്നാമതായി, US എയർപോർട്ടുകളിലും അതിർത്തികളിലും ബോർഡർ പ്രൊട്ടക്ഷൻ ഉദ്യോഗസ്ഥർക്ക് വിസിറ്റർ വിസയിൽ എത്തുന്നവരുടെ സന്ദർശന ഉദ്ദേശത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള അധികാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ബന്ധുക്കളുടെ പ്രസവ ആവശ്യങ്ങൾക്കോ സന്ദർശനങ്ങൾക്കോ അമേരിക്കയിലേക്ക് തിരിക്കുന്ന മാതാപിതാക്കൾ എല്ലാ രേഖകളും കൈവശം കരുതേണ്ടതുണ്ട്. നിങ്ങൾ യഥാർത്ഥ സന്ദർശകരാണെന്നും നിശ്ചിത കാലാവധിക്കുള്ളിൽ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും തെളിയിക്കുന്ന റിട്ടേൺ ടിക്കറ്റുകളും സാമ്പത്തിക തെളിവുകളും കയ്യിൽ വെക്കുന്നത് അനാവശ്യമായ തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും.